ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു മിക്സഡ് അച്ചാറാണ്. നമ്മളൊരു യൂണിറ്റ് ഉണ്ട് ഇവിടെ, ഹോം മെയ്ഡ്, ഐഷാസ് ഹോം മെയ്ഡ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ വിശേഷങ്ങൾ പിന്നെ പതുക്കെ പറയാം. ഇപ്പം നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആവശ്യമായ മാങ്ങ, പിന്നെ അച്ചാർ പൗഡർ, ഈത്തപ്പഴം, പിന്നെ മുളക് വലുതും വേണം, അരിഞ്ഞതും വേണം, അരിയാത്തതും വേണം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരി പൗഡർ, ഒരു പീസ് ശർക്കര, പിന്നെ കായപ്പൊടി അധികം വേണ്ട, കുറച്ചേ വേണ്ടുള്ളൂ. ഒരു നുള്ള് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കടുക്, പിന്നെ ഉലുവയും കടുകും പൊടിച്ചതാണ് കേട്ടോ. പിന്നെ ഉപ്പ്, അത്യാവശ്യത്തിന് കറിവേപ്പില. അപ്പോൾ നമ്മൾ ഈ ഉരുളിയിലാട്ടം ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിലേക്ക് ആവശ്യമായ നല്ലെണ്ണ ആദ്യം ഒഴിക്കണം കേട്ടോ. എണ്ണ കുറച്ച് ഇങ്ങനെ തോനെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് നല്ലെണ്ണ വേണം. കാരണം നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായൊരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എണ്ണ നന്നായി യൂസ് ചെയ്യണം. അതിലേക്ക് 2 പീസ് കായ ഇടണം കേട്ടോ. കായപ്പൊടിയല്ല, കായ കഷ്ണം. അത് നന്നായി എണ്ണയിൽ കിടന്നിട്ട് നല്ല മൂപ്പായുമ്പോൾ അത് മാറ്റി വെക്കണം. അത് നല്ല മൂപ്പായതിന് ശേഷം അത് മാറ്റി വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ എണ്ണയിലേക്ക് നമുക്ക് കുറച്ചേരം 2-3 ടേബിൾ സ്പൂണ് ഉലുവ, പിന്നെ കടുക്. ഈ ഉലുവയും കടുകും നന്നായി എണ്ണയിൽ കിടന്ന് പൊട്ടണം. നന്നായി പൊട്ടണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് പൊട്ടാതെ വേറൊരു ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പറ്റില്ല. ഉലുവയും കടുകും നന്നായി പൊട്ടിയതിന് ശേഷം ഉലുവി നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാൻ പറ്റുള്ളൂ. ദോരെ പൊട്ടലിന് എൻ്റെ കയ്യിൻ്റെ മേലേക്കാണ് കേട്ടോ പൊട്ടുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ നന്നായി ചിലപ്പോൾ ഇടയ്ക്കൊന്ന് ഷെയ്ക്കാവും. കാരണം എണ്ണയുടെ ചൂട് ഞാൻ പറയണ്ടല്ലോ. കാരണം ഇതും പൊട്ടിയിട്ട് സഹിച്ച് പിടിച്ച് നിൽക്കാൻ നമ്മൾ വലിയ എന്തിനാണ്. അതിപ്പോൾ എന്തായാലും ഇപ്പോൾ നടക്കില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് വൈഫാണ്. അപ്പോൾ അവൾക്കിത് പിടിച്ച് കറക്റ്റായിട്ട് ഉണ്ടാക്കേണ്ട അവൾ. പക്ഷെ അതിൻ്റെ ഒപ്പം വീഡിയോ പിടിക്കാൻ ഇതിനെ കൊണ്ട് സഹായിച്ചില്ല. ഇപ്പോൾ ആ വേപ്പിൻ്റെ ഇല, കറിവേപ്പില നമ്മൾ ഇട്ടതും ഈ ഫോണിൻ്റെ മേക്ക് മാത്രമല്ല കയ്യമ്മക്ക് കൂടിയും പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അത് കഴിഞ്ഞിട്ട് പച്ചമുളക്, അരിഞ്ഞ പച്ചമുളകല്ല, നീളമുള്ള പച്ചമുളക്, അത് നമ്മളിതിൽ ആഡ് ചെയ്യണം. അങ്ങനെ നീളമുള്ള നമ്മൾ അരിയാത്ത പച്ചമുളക് ഫുള്ളായി കീറരുത്. അതും ഈ എണ്ണയിൽ കിടന്നിട്ട് നല്ല മൂക്കണം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മൂക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അച്ചാർ കഴിക്കുമ്പോൾ നേരത്ത് മുളക് നീച്ച് നിൽക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അത് നന്നായിട്ട് തളരണം. അങ്ങനെ അത് നന്നായിട്ട് വാടി ഒരു പരിവായി വരണം. അങ്ങനെ നമ്മൾ അരിയാത്തൊന്ന് മൂപ്പായി ഇങ്ങനെ നല്ല മൂത്ത് വരുമ്പോൾ അരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അത് അരിഞ്ഞായ കാരണം വേഗം വാടി കിട്ടും. മറ്റേതെന്താണെന്ന് വെച്ചാൽ കുറച്ച് വഴുകില്ല. അതുകൊണ്ട് അത് കുറച്ച് നേരത്തെ ചേർത്ത് കൊടുക്കും. അങ്ങനെ മുളകൊക്കെ മൂത്ത് അരിയായതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നമ്മളിതിൽ ആഡായി കൊടുക്കണം. അതും ഈ പറഞ്ഞ മാതിരി നല്ല മൂക്കട്ടെ നന്നായി മൂക്കട്ടെ. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഫോണ് ആ അടുപ്പത്ത് ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുക. നല്ല സുഖമുള്ള ഏർപ്പാടാണ്. മൂക്കട്ടെ. അതൊക്കെ ഒന്ന് മൂത്ത് പരിവായി നല്ല ഇളക്കി മറിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ലേശം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചില്ലേ ഉലുവപ്പൊടി, അതും കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ഇളക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ അച്ചാർ പൗഡർ, പിക്കിൾ പൗഡർ നന്നായി ചേർത്ത് കൊടുക്കുക. അത് നല്ല ഇളക്കി നല്ല യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ സാദാ മുളക് പൊടിയും കാശ്മീരി ചില്ലി പൊടിയും മിക്സഡ് ചെയ്തിട്ട് വെച്ചിരുന്നതാണ്. രണ്ടും പാടെ ചേർത്തിട്ടാട്ടോ ചേർത്തേക്കണേ. അതും പാടെ നന്നായി മിക്സ് ചെയ്യുക. നല്ല അതിൽ മിക്സ് ചെയ്ത് നല്ല പാകം വരുത്തുക. നല്ല മിക്സ് ചെയ്ത് പാകം വരുത്തുക. അപ്പോൾ അതിൽ കുറച്ച് എണ്ണ കുറഞ്ഞ മാതിരി തോന്നി വൈഫിന്. അപ്പോൾ അവൾ കുറച്ചുകൂടി എണ്ണ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി അതിലിട്ടിട്ട് നന്നായി, ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നന്നായി മിക്സ് ചെയ്തിട്ട് ഈ പൊടിയൊക്കെ അത്യാവശ്യം ഒന്ന് വേഗണം കേട്ടോ. അത് വരെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ നമ്മൾ നല്ല മിക്സാക്കിക്കൊണ്ടിരിക്കണം. കാരണം അടി പിടിക്കാൻ പാടില്ല. അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ടൊരു പ്രശ്നമാകും. അതുകൊണ്ട് അടി പിടിക്കാതെ നമ്മളെപ്പോഴും ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. നല്ല മിക്സാക്കിക്കൊണ്ടേയിരിക്കണം. എന്നാലും നമുക്കത് കൂടുതൽ നേരം ആ ചൂടത്ത് കിടന്നിട്ട് അതൊക്കെ ഒന്ന് വേണം. അങ്ങനെ നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിൽ ഫസ്റ്റ് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈത്തപ്പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കണേ.
ഈത്തപ്പഴം അത്യാവശ്യം വേവണമുണ്ട് ഈ ഉള്ളിൽ കിടന്നിട്ട്. ഈത്തപ്പഴം ഇട്ട് കുറച്ച് കഴിഞ്ഞ് നല്ല വേവിതാകുമ്പോൾ നമ്മുടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് പിന്നെ നമ്മളിപ്പോൾ കുറച്ചിട്ടുണ്ട്, ഇനി പോരാ നോക്കിയിട്ട് ഉപ്പ് നല്ല ആഡ് ചെയ്യണം. കാരണം ഉപ്പ് എപ്പോഴും അച്ചാറിലൊരു പടി മുമ്പിൽ കയറി നിൽക്കണം. എല്ലാം മിക്സ് ചെയ്യണം. ഉപ്പ് നമുക്ക് പ്രധാനമാണ് അച്ചാറിൽ പ്രത്യേകിച്ച്. ചിലർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പ് ഇല്ലെങ്കിലാണ് അവർക്ക് അച്ചാർ കൂട്ടാൻ ഒരു ബുദ്ധിമുട്ടാണ്. ഇനി മാങ്ങ നമ്മൾ ആഡ് ചെയ്തിട്ടോ. ഇപ്പോൾ നമ്മൾ ഈത്തപ്പഴം ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മാങ്ങ ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും പാടെ ഒരുമിച്ച് പെട്ടെന്ന് ആഡ് ചെയ്യരുത്. കാരണം ഈത്തപ്പഴം ഒന്ന് അതിൽ കിടന്ന് ഒന്ന് വെന്തതിന് ശേഷം മാത്രമേ മാങ്ങ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ അവസാനത്തേക്കായി ലാസ്റ്റ് സുർക്ക ഒഴിച്ച് കൊടുക്കുക. സുർക്ക ഒഴിച്ച് നമ്മൾ കുറച്ച് നേരം ചൂടത്ത് വെക്കണം കേട്ടോ. ഒരു പീസ് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. ചൂടത്ത് കിടന്ന് എണ്ണ ഇങ്ങനെ തിളച്ച് മേലേക്ക് പൊന്തി വരുന്ന പരിവാകുമ്പോഴത്തേനും ഉലുവയും കായും കൂടി പൊടിച്ചത്, ഉലുവയും കായും തന്നെ പറഞ്ഞ് ഉലുവയും കടുകും പൊടിച്ചത് അവസാനമായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ മിക്സഡ് അച്ചാർ റെഡിയായി. ഇനി നാളെ പുതിയത് ഇത് പാക്ക് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ആക്കുന്ന വീഡിയോ വേറെ വരും കേട്ടോ. ഓക്കെ, ബൈ ടാറ്റ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്